സെക്കൻഡ് ലെക്ചറാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3.1 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, metals and non-metals. In class 9 you have learnt about various elements. You have seen that elements can be classified as metals or non-metals on the basis of their property. Think of some metals and non-metals in your daily life. What properties do you think while categorizing elements as metals or non-metals? How are these properties related to use of these elements? Let us look at some of these properties in detail. അപ്പോൾ നമ്മൾ ക്ലാസ് 9ൽ എന്ത് പഠിച്ചു? പല ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് പഠിച്ചു. അതിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ, മെറ്റൽസ് ആണ് നോൺ മെറ്റൽസ് ആണെന്ന് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ എന്തിൻ്റെ ബേസിസിലാണ് അവരുടെ പല ടൈപ്പിലുള്ള പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോണേന് എന്തൊക്കെയാണ് മെറ്റൽസും നോൺ മെറ്റൽസും നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ പല യൂസും നമുക്ക് ചെയ്യുന്നുണ്ട്, പല യൂസും നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിൻ്റെയും പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, നമ്മൾ മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The easiest way to start grouping substance is by comparing their physical property. ഏറ്റവും എളുപ്പത്തിൽ ഒരു ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസ് വെച്ചാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഒരു സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത്. Let us study with the help of the following activities. For activities 3.1 to 3.6, collect the sample of following metals: iron, copper, aluminum, magnesium, sodium, lead, zinc and other metals that is easily available. So നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റൽസ് കളക്ട് ചെയ്യാൻ. Okay, activity 3.1, take the samples of iron, copper, aluminum or magnesium. Note the appearance of each of the samples. Clean the surface of the sample by rubbing with a sandpaper and note the appearance again. So നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അയൺ, കോപ്പർ, അലൂമിനിയം, മാഗ്നീഷ്യം ഈ സബ്സ്റ്റൻസ് ഒക്കെ എന്താണ്, സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുമ്പുള്ള അപ്പിയറൻസും ശേഷമുള്ള അപ്പിയറൻസുമാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. Observation. We can see that metals which look dull ആയിരുന്നു വെച്ചാൽ മെറ്റൽ സർഫസ് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ റബ്ബിങ് വിത്ത് സാൻഡ് പേപ്പർ ദ മെറ്റീരിയൽസ് ഷൈൻ ചെയ്യാൻ തുടങ്ങി. ഡല്ലായിരുന്ന ഇതെന്തായിട്ട് മാറി? ഷൈൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. Metals like iron, copper, magnesium, sodium are reactive metals. These metals react with oxygen to form its oxide on the outer layer. Metal oxides are dull in color. As a result, the metal loses its lustrous property. ഓക്കെ, ഈ അയൺ, കോപ്പർ ഈ മെറ്റൽസിൻ്റെ ഒക്കെ പുറത്ത് എന്തുണ്ടാവും? ഈ മെറ്റൽസ് പെട്ടെന്ന് തന്നെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓക്സിജനായിട്ട് ഈ മെറ്റൽസ് റിയാക്ട് ചെയ്യും. അങ്ങനെ ഇവർ റിയാക്ട് ചെയ്തിട്ട് അവരുടെ പുറത്തെ ലെയറിൽ ഒരു എക്സ്ട്രാ കോട്ടിങ് വരും, ഒരു ഓക്സൈഡ് കോട്ടിങ്, മെറ്റൽ ഓക്സൈഡ് കോട്ടിങ് വരും. ഈ മെറ്റൽ ഓക്സൈഡ് കോട്ടിങ് എന്താണ്? വളരെ ഡല്ലായിരിക്കും, ഡൽ ഇൻ കളർ. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? മെറ്റൽസിൻ്റെ ലസ്ട്രസ്, ഷൈൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ലൂസ് ചെയ്യും. നമ്മൾ ഇത് നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ്? സിൽവർ ജ്വല്ലറിയിൽ കുറേ നാൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്തായിരിക്കും? ഒരു ബ്ലാക്കിഷ് ഷെയ്ഡ് അപ്പിയർ ആവും. പതിയെ എന്ത് പറ്റും? ആ സിൽവറിൻ്റെ ഷൈനിങ് കുറഞ്ഞു വരും. അതും ഇതേപോലത്തെ ഒരു ഓക്സൈഡ് ഫോർമേഷനാണ്. ഇനി കുറച്ചും കൂടി എക്സാമ്പിൾസ് ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അയൺ ഫോംസ് ആൻഡ് ബ്രൗൺ ലെയർ വിച്ച് വി കോൾ റസ്റ്റ് ഓഫ് അയൺ. റസ്റ്റിംഗ്, തുരുമ്പൊടിക്കുന്നത് എന്താണ്? ഈ സെയിം ഒരു മെത്തേഡാണ്. അലൂമിനിയം ഫോം സ്മോക്ക് കളർ, അലൂമിനിയം ഓക്സൈഡ് ഒരു ആഷ് കളർ ഫോം ചെയ്യും. കോപ്പർ ഫോംസ് എ ബ്ലാക്ക് കളർ, കോപ്പർ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ലെയറാണ് ഫോം ചെയ്യുന്നത് വിത്ത് ഓക്സിജൻ ആൻഡ് സൾഫർ. When we rub the metals with sandpaper, its outside layer is scraped out. അപ്പോൾ നമ്മൾ എന്ത് ഈ ലെയർ
സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ ഈ ഔട്ടർ ലെയർ എന്ത് ചെയ്യും, പോകും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്ക് ആ ഷൈനിങ്നെസ് ആ മെറ്റൽസിന് കിട്ടും. Metals in their pure state have shining surface. This property is called metallic luster. അപ്പോൾ മെറ്റാലിക് ലസ്റ്റർ എന്താണെന്ന് നോക്കിയേ. മെറ്റൽസിന് പ്യുവറായിട്ടിരിക്കുമ്പോൾ ഉള്ള ആ ഷൈനിങ് പ്രോപ്പർട്ടീനെയാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. 3.2 activity. Take small pieces of iron, copper, aluminum and magnesium. Try to cut these metals with a sharp knife and note your observation. Hold a piece of sodium metal with a pair of tongues. Put it on a watch glass and try to cut with a knife. What do you observe? So, നമ്മുടെ അടുത്ത് വീണ്ടും അയൺ, കോപ്പർ, അലൂമിനിയം, മാഗ്നീഷ്യം എടുക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യും, ഷാർപ്പ് നൈഫ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് നോക്കാൻ പറയുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഒബ്സർവേഷൻ എന്തായിരിക്കുമെന്ന്. Observation. We can cut metals. Its newly explored part has bright and shine. നമുക്ക് മുറിക്കാൻ പറ്റും, പക്ഷേ എങ്ങനെയാണ് മുറിക്കുന്ന ആ പോർഷനിലൊരു ബ്രൈറ്റ് ഷൈനിങ് ഫോം ചെയ്യും. ഓക്കെ. എക്സ്പ്ലനേഷൻ. മോസ്റ്റ് മെറ്റൽ ഹാവ് ഹൈ റിയാക്റ്റീവ് എലമെൻറ്റ്സ് അല്ലേ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ പറഞ്ഞു. ദ ഔട്ടർ ലെയർ ഓഫ് ദ മെറ്റൽ വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഫോം ഓക്സൈഡ്. മെറ്റൽ ഓക്സൈഡ് ഡു നോട്ട് ഹാവ് lustrous property. When we cut the metal using a knife, the inner unoxidized layer come into view which shines. So എന്താണ്, ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ എന്താ, മുറിക്കുന്ന പോർഷൻ നല്ല ഷൈനിങ്നെസ് ഉണ്ടാവും. കാരണം എന്താണ്, പുറത്തുള്ളത് എങ്ങനെയൊക്കെ ആയാലും ഒരു ഓക്സൈഡ് ഫോർമേഷൻ അതിൻ്റെ പൊക്കത്തുണ്ടാവും. ഉള്ളിലത്തേനേലും പുറത്ത് എന്തായിരിക്കും, കളറ് കുറവായിരിക്കും, ഒരു ഡള്ളിഷ് ഷെയ്ഡായിരിക്കും. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കട്ട് ചെയ്യും തോറും എന്ത് പറ്റും, ഒരു ഷൈനിങ്. ഉള്ളിലത്തെ ലെയർ എപ്പോഴും അൺഓക്സിഡൈസ് ആണ്, ഓക്സിഡേഷൻ സംഭവിക്കാത്തതാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് നല്ല തിളക്കം കാണാൻ പറ്റും. ഓക്കെ. You will find that the metals are generally hard. Hardness vary from metal to metal. ചിലത് എന്താണ്, പെട്ടെന്ന് മുറിക്കാൻ പറ്റും, പക്ഷെ ചിലതൊന്നും പെട്ടെന്ന് മുറിക്കാൻ പറ്റില്ല. അതാണ് ഹാർഡ്നെസ് വേരി ഫ്രം മെറ്റൽ ടു മെറ്റൽ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ വരും. ആക്ടിവിറ്റി 3.3. Take a piece of iron, zinc, lead and copper. Place any one metal on a block of iron and strike it 4 or 5 times with a hammer. What do you observe? Repeat with other metals. Record the changes in the shape. So, iron, zinc, lead, copper എടുക്കാൻ പറയാണ്. അതേപോലെ തന്നെ എന്താണ്, ഒരു ഹാമർ വെച്ച് എല്ലാത്തിനെയും സ്ട്രൈക്ക് ചെയ്യാൻ പറയാണ് 4 to 5 times. Okay. You will find some metals can be beaten into thin sheets. This property is called malleability. Okay. ഒരു ഷീറ്റാക്കാൻ ഒരു മെറ്റലിനെ, the property of the metal that can be beaten into thin sheets is called malleability. നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. Do you know gold and silver are the most malleable metal? ഗോൾഡും സിൽവറും ആണ് ഏറ്റവും മാലേബിൾ ആയിട്ടുള്ള മെറ്റൽസ്. കാരണം എന്താണ്, നമ്മൾ പല പല ജ്വല്ലറീസും ഡെക്കറേറ്റീവ് ഐറ്റംസും ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിലാണ്, ഗോൾഡിനും സിൽവറും. കാരണം അത് വളരെ മാലേബിളാണ്. എത്ര വേണമെങ്കിലും തിൻ ഷീറ്റ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ബ്ലാക്ക് സ്മിത്ത് സ്ട്രൈക്ക് ആൻ അയൺ പീസ് വിത്ത് എ ഹാമർ ടു ഗെറ്റ് ദ ഡിസയർ ഷേപ്പ്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ബ്ലാക്ക് സ്മിത്ത്, ഈ കത്തി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പണിക്കാർ എന്താണ്, ഹാർമർ വെച്ച് നല്ല രീതിയിൽ ആ മെറ്റലിനെ അടിക്കും. കാരണം എന്താണ്, അവരുദ്ദേശിക്കുന്ന ആ ഷേപ്പ് കിട്ടുന്ന അത്രയും ടൈം അതിന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒബ്സർവേഷൻ എന്താണ് നമ്മുടെ ഈ ആക്ടിവിറ്റിയുടെ, മെറ്റൽസ് ബിക്കം തിൻ ആൻഡ് ഇറ്റ് സർഫസ് ഏരിയ ഇൻക്രീസസ്. മെറ്റലിൻ്റെ കട്ടി കുറഞ്ഞു പോവും, അതേപോലെ തന്നെ ഏരിയ കൂടിക്കൊണ്ടിരിക്കും. Explanation. We can hit metals with a hammer and other object metals separate into a thin sheet. This property is known as malleability. നമ്മൾ ഓൾറെഡി പറഞ്ഞു, the property of a metal that can be beaten into thin sheet is known as malleability.
ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് മാലിയബിലിറ്റി. ഈ ഒരു വൈ എന്ന് ചോദിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാം. വൈ എന്താണ് റീസൺ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മോസ്റ്റ്ലി കെമിസ്ട്രി ഫിസിക്സിൽ ഇതേപോലെ ഓരോ സിറ്റുവേഷൻ തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, ഓരോരോ 1 മാർക്ക് ബേസിസിൽ. എന്താണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻ? ദിസ് എക്സ്പെരിമെൻറ്റ് ഷോസ് ദാറ്റ് ദ മെറ്റൽസ് ആർ മാലിയബിൾ. ഈ എക്സ്പെരിമെൻറ്റ് എന്താണ് കാണിക്കുന്നത്? എല്ലാ മെറ്റൽസും മാലിയബിൾ ആണ്. ആപ്ലിക്കേഷൻ എവിടെയാണ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്? എ ബ്ലാക്ക് സ്മിത്ത് ഹീറ്റ് ഓൺ എ അയൺ റോഡ് ഇൻ ദ ഫർണസ് ആൻഡ് ദെൻ ബീറ്റ് വിത്ത് എ ഹാമർ അൺടിൽ ഹി ഗെറ്റ്സ് ദ ഡിസൈർഡ് ഷേപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്ലാക്ക് സ്മിത്ത് ഷേപ്പ് കിട്ടുന്നത് വരെ മെറ്റൽസിനെ അടിച്ചുകൊണ്ടിരിക്കും. ഫർണസ് എന്ന് പറഞ്ഞാൽ നല്ല കത്തി നിൽക്കുന്ന തീന്നെടുത്തിട്ട് വേണം അടിക്കാൻ. സ്റ്റീൽ ഷീറ്റ്സ് ഓഫ് റൂഫ് ഈസ് ഓൾസോ ദ ആപ്ലിക്കേഷൻ ഓഫ്. സ്റ്റീൽ ഷീറ്റ്സും ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ആപ്ലിക്കേഷനാണ്. ആക്ടിവിറ്റി 3.4. കൺസിഡർ സം മെറ്റൽസ് സച്ച് as iron, copper, aluminum, lead, etc. Which of the above metal are also available in the form of wire? അപ്പോൾ അയൺ, കോപ്പർ, അലൂമിനിയം, ലെഡ് ഒക്കെ എടുക്കാൻ പറയുന്നത് ഏതൊക്കെയാണ് വയറിൻ്റെ ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഏതൊക്കെയാണ്? അലൂമിനിയം, കോപ്പർ, നിക്കൽ, ക്രോമിയം, ഗോൾഡ്, സിൽവർ. ഇതൊക്കെ എന്താണ്? വയേഴ്സായിട്ട് അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നോക്കാം. എ ടിപ്പിക്കൽ ഇലക്ട്രിക് പോൾ യൂസസ് അലൂമിനിയം ആസ് വയർ ആസ് ഇറ്റ് ഈസ് ചീപ്പർ ദാൻ കോപ്പർ. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ, അതാണ് ഇലക്ട്രിക് പോസ്റ്റുകളിലുള്ള വയേഴ്സിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? അലൂമിനിയം ആയിരിക്കും. അലൂമിനിയം വയേഴ്സിലൂടെയാണ് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം എന്താണത്? കോപ്പറിനേലും ചീപ്പായിട്ട് അവൈലബിൾ ആണ്. ഇൻ നോർമൽ ഹോംസ് വി യൂസ് അലൂമിനിയം ഓർ കോപ്പർ വയേഴ്സ്. Now, aluminum wires are less common as copper wires are better conductor of electricity. An electric wire on the pole still uses aluminum wire because copper wire is very costly. Nickel and chromium has less conductivity. They are mixed to form nichrome wire. Some wired electric heater consists of nichrome wire. Okay. അപ്പം നമ്മുടെ നോർമൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഒന്നല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ വയറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അലൂമിനിയം വയേഴ്സ് അധികം ആരും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ പോസ്റ്റുകളിൽ യൂസ് ചെയ്യും. അല്ലാണ്ട് നമ്മുടെ വീടുകളിലൊക്കെ എന്തായിരിക്കും? കോപ്പർ വയറാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? കോപ്പർ കുറച്ചും കൂടി ഒരു ബെറ്റർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പോൾസിൽ യൂസ് ചെയ്യുന്നത്? ചീപ്പർ കോപ്പറിനേലും ചീപ്പർ ആയതുകൊണ്ടാണ് അത് പോൾസിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ കണ്ടക്ഷൻ കോപ്പറിൻ്റെ അത്രത്തോളം ഇല്ല. അതേപോലെ തന്നെ നിക്കലും ക്രോമിയവും എന്താണ്? പുവർ കണ്ടക്ടേഴ്സാണ്. അത്ര വലിയ കണ്ടക്ടേഴ്സ് അല്ല, ലെസ് കണ്ടക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നിക്രോം വയേഴ്സ് ഉണ്ടാക്കും. അതെവിടെ യൂസ് ചെയ്യും? ഇലക്ട്രിക്കൽ ഹീറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യും നിക്രോം വയേഴ്സ്. ദ എബിലിറ്റി ഓഫ് ദ മെറ്റൽ ടു ഡ്രോൺ ഇൻ ടു തിൻ വയർ ഈസ് കോൾഡ് ഡക്റ്റിലിറ്റി. ഇതേപോലെ വയേഴ്സായിട്ട് ഫോം ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഓഫ് എ മെറ്റലാണെന്ത്? ഡക്റ്റിലിറ്റി. ഓക്കെ, ഗോൾഡ് ഈസ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗോൾഡ് ഈസ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. ഏറ്റവും ചെറിയ തിൻ വയേഴ്സ് ആക്കാൻ പറ്റുന്നത് ഗോൾഡിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് ജ്വല്ലറീസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യു വിൽ ബി സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് the wire of 2 kilometer length can be drawn from 1 gram of gold. 1 ഗ്രാം ഗോൾഡ് കൊണ്ട് 2 കിലോമീറ്റർ വരെ നീളമുള്ളൊരു വയറുകൾ ഉണ്ടാക്കാൻ പറ്റും. It is because of its malleability, ductility that metals can be given different shape according to our need. ഡക്റ്റൈലുമാണ്, മാലിയബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മെറ്റൽസിനെ പല പല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്യാൻ യു നെയിം സം മെറ്റൽസ് ദാറ്റ് ആർ യൂസ് ഫോർ മേക്കിംഗ് കുക്കിംഗ് വെസൽസ്? മെയിനായിട്ട്
അലൂമിനിയം, ഇൻഡിയം ഒക്കെ യൂസ് ചെയ്യും. Do you know why these metals are used for making vessels? Let us do the following activity to find out the answer. So next activity. So ഈ ആക്ടിവിറ്റിയുടെ ഒരു കൺക്ലൂഷനാണ്, apart from this metal, precious metals like silver and gold also find use in electronic industries. They have high thermal energy and electrical conductivity. As a result, we use them a coating of high quality switches and plugs. വളരെ ഭയങ്കര ക്വാളിറ്റിയുള്ള സ്വിച്ചിൽ അല്ലെങ്കിൽ പ്ലഗ്സിലൊക്കെ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു സിൽവർ കോട്ടിങ്സ് കൊടുക്കാറുണ്ട്. ബിക്കോസ് എന്താണ്? ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആർക്കൊക്കെയാണ്? സിൽവറിനും ഗോൾഡിനും. ഓക്കെ, നെക്സ്റ്റ്, ഡു യു നോ വൈ ദീസ് മെറ്റൽസ് ആർ യൂസ് ഫോർ? അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ആ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 3.5. Take an aluminum or a copper wire. Clamp its wire or stand as shown in figure 3.1. Fix a pin to the free end of the wire using wax. Heat the wire with a spirit lamp, candle or a burner near a place where it is clamped. What do you observe after some time? Note your observation. Where does the metal wire melt? സോ ഈ ആക്ടിവിറ്റി ബേസിക്കലി എന്താണ്? എന്തോരം മാത്രം ഹീറ്റ് കണ്ടക്ട് ചെയ്യും, മെറ്റൽസ് എന്തോരം ഹീറ്റ് കണ്ടക്ട് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മളൊരു അലൂമിനിയം അല്ലെങ്കിൽ ഒരു കോപ്പർ വയർ എടുക്കുക, അതിൻ്റെ ഒരു അറ്റത്ത് ഒരു കഷ്ണം വാക്സിന് ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് അടിയിൽ നിന്ന് നമുക്ക് ബർണറിൽ നിന്ന് തീ കൊടുക്കാം. ഇതാണ് ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഇത്. ഇവിടെയാണ് നമ്മൾ വാക്സ്, ഇതാണ് നമ്മുടെ മെറ്റാലിക് വയർ, ഇത് സ്റ്റാൻഡ്, അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ബർണർ. ഓക്കെ, നമുക്ക് ഈ ആക്ടിവിറ്റി നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഒബ്സർവേഷൻ: ദ പിൻ ഡ്രോപ്സ് ഇമ്മീഡിയറ്റ്ലി വൺസ് വി സ്റ്റാർട്ട് ഹീറ്റിംഗ് ദ വയർ. ഓക്കെ, അപ്പോൾ പതിയെ പതിയെ ഓരോ ഡ്രോപ്സും താഴേക്ക് വീഴാൻ തുടങ്ങും. എന്തിൻ്റെ? ഈ വാക്സിൻ്റെ ഓരോ ഡ്രോപ്സും താഴേക്ക് വീഴാൻ തുടങ്ങും. എക്സ്പ്ലനേഷൻ എന്താണ്? മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്സ്. മെറ്റലിൽ കൂടി നന്നായിട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഹിയർ വൺസ് വി സ്റ്റാർട്ടഡ് ഹീറ്റിംഗ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ഏരിയ ഓഫ് ദ വാക്സ്. നമ്മൾ മെറ്റലിൻ്റെ ഒരു അറ്റത്ത് മാത്രമാണ് ഹീറ്റ് കൊടുത്തത് അല്ലേ? നോക്കിയേ, നമ്മൾ മെറ്റലിൻ്റെ ഒരു കോർണറിലാണ് ഹീറ്റ് കൊടുത്തത്, ഈ ഒരു കോർണർ. പക്ഷേ അപ്പം തന്നെ എന്ത് പറ്റി? ഹീറ്റ് ട്രാൻസ്ഫറായി ഈ അറ്റത്തുള്ള വാക്സ് ഉരുകി താഴേക്ക് വീഴാൻ തുടങ്ങി അല്ലേ? അതാണ്. അപ്പോൾ എന്താണ്? മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. Metals are good conductors of heat. It melts the wax or the pin drops on the table. അപ്പോൾ പതിയെ പതിയെ ഓരോ ഡ്രോപ്സും താഴേക്ക് വീഴാൻ തുടങ്ങി. എന്താണ് കൺക്ലൂഷൻ നോക്കാം. ദിസ് എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ദ മെറ്റൽസ് ആർ ദ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാവും മെറ്റൽസ് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് വെസൽസിലും കുക്കിംഗ് വെസൽസിലും യൂട്ടൻസിൽസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, application: the processor cooler in the computer and laptop. In a computer and a laptop, CPU is the most important chip to dissipate the heat. A CPU is connected to a copper or aluminum heater sink. Due to the thermal conductivity of the metal, heat transferred to the heat sink. A fan as its sink blows hot air outside. So നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് പ്രോസസ്സർ കൂളർ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ സി പി യു ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലേ? അത് സി പി യു ഇസ് കണക്റ്റഡ് ടു എ കോപ്പർ ഓർ അലൂമിനിയം ഹീറ്റ് സിങ്ക്. ഒരു ചിപ്പ് പോലെ ഒരു സ്മോൾ ഇതിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അതിലുള്ള തെർമൽ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സി പി യു ഒക്കെ നല്ല എന്താണ് അതിൻ്റെ ഉള്ളൊരു ഫാൻ കറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഫാൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ
ഒരു ഫാൻ കറങ്ങും, അതിൽ കൂടി ഹോട്ട് എയർ പുറത്തേക്ക് തള്ളും. ഇനി കുക്കിംഗ് യൂട്ടൻസിൽസിൽ cooking utensils consist of metals or metal alloys. It receives heat from the gas stove and transfer the heat to food. ഫുഡിലേക്ക് ഗ്യാസിൽ നിന്ന് സ്റ്റൗവിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് ഫുഡിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. ദ ഫാക്ട് മെറ്റൽസ് ഹാവ് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലേ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെക്ചറിൽ കണ്ടു മെറ്റൽസിന് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. വെൻ വി ഹീറ്റ് ദ മെറ്റൽസ് ദ ഇലക്ട്രോൺ വൈബ്രേറ്റ്സ്. നമ്മൾ ഹീറ്റ് ചെയ്യും തോറും എന്താണ്, നമുക്ക് 90 പഠിച്ചു, എന്താണ് ഹീറ്റ് കൊടുക്കും തോറും കൈനറ്റിക് എനർജി കൂടും. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ്, നന്നായി വൈബ്രേറ്റ് ചെയ്യും. ഈ നന്നായി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ടു അനദർ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിൽ നിന്ന് മറ്റു ഇലക്ട്രോണിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. ആസ് എ റിസൾട്ട് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഹീറ്റ്. അതുകൊണ്ട് തന്നെ മെറ്റൽസ് ഒരു ഹീറ്റിൻ്റെ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. Okay. Activity 3.6. Set up an electric circuit as shown in figure 3.2. Place the metal to be a set of the circuit. Place them between A and B as shown. Does the bulb glow? What does it indicate? You must have seen that the wire that carry the current in your home have a coating of polyvinyl chloride, that is PVC, or a rubber-like material. Why are the electric wire coated with such substance? What happens when metals strike a hard surface? Do they produce a sound? The metals that produces a sound on striking the hard surface is said to be sonorous. Can you guess why school bells are made of metal? So, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി 3.6 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വെക്കാം. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റൽ എൻ്റെയും ബിൻ്റെയും ഗ്യാപ്പിൽ വെക്കാം. വെദർ ദ ബൾബ് ഗ്ലോ. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഇതാണ്. അതേപോലെ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ മെറ്റൽ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വെദർ ഇത് കണക്ട് ചെയ്യുമ്പോൾ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഈ ബൾബ് കത്തുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കിതിൻ്റെ കൺക്ലൂഷൻ നോക്കാം. ഒബ്സർവേഷൻ. ദ ബൾബ് ഗ്ലോസ് ആസ് ബ്രൈറ്റ് ആസ് ഏർലിയർ. ബൾബ് നല്ല ബ്രൈറ്റ്നെസ്സോടെ കത്തും. മെറ്റൽസ് ഹാവ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദീസ് ഫ്രീ ഇലക്ട്രോൺസ് move from one position to another. As a result, metals are good conductors of electricity. We can connect a belt to the battery by metal wire. Electricity passes from the battery to the bulb. As a result, bulbs start glowing. എന്താണ്, ഈ മെറ്റലിൽ നിന്ന് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ബാറ്ററിയിലേക്ക് പോവും. ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ബൾബിലേക്ക് പോയി ബൾബ് ഗ്ലോ ചെയ്യും. ഓക്കെ, this experiment demonstrates that metal wires are good conductors of electricity. metal wire നല്ലൊരു ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടറാണ്. ആപ്ലിക്കേഷൻ in making wires at home, in making electric board etc. എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും ഈ വയേഴ്സ്? വീട്ടിൽ, അതേപോലെ തന്നെ ഇലക്ട്രിക് സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യും. Some facts. When someone is electrocuted, we do not use a metal stick but we use a wooden or a plastic stick. The metal stick or rod are good conductors of electricity. If someone tried to save an electrocuted person by the stick, he himself would get electrocuted. അപ്പോൾ ഒരു എർത്തടിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ മെറ്റലിൻ്റെ ഒരു കമ്പി കഷ്ണം വെച്ചടിച്ചാൽ എന്തോ പറ്റും, നമുക്ക് തന്നെ എർത്തടിക്കും. ആ എർത്ത് ട്രാൻസ്ഫർ ആവും. ആ മെറ്റലിൽ കൂടി നമ്മുടെ ബോഡിയിലേക്ക് എർത്ത് ട്രാൻസ്ഫർ ആവും. നമ്മുടെ ബോഡി ഒരു നല്ല ഇലക്ട്രിസിറ്റിയുടെ ഒരു നല്ല കണ്ടക്ടറാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഒന്നല്ലെങ്കിൽ വുഡൻ ഓർ പ്ലാസ്റ്റിക് സ്റ്റിക്ക് യൂസ് ചെയ്യണം. മെറ്റൽസ് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു മെറ്റൽസിന്
സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് എന്ത്? സൊണോറസ്. ബീറ്റ് ചെയ്താൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ് സൊണോറസ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വയേഴ്സിലൊക്കെ ഒരു PVC കോട്ടിംഗ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ PVC കോട്ടിംഗ് അല്ലെങ്കിൽ റബ്ബർ കോട്ടിംഗ്? കാരണം വയേഴ്സിൽ കൂടിയാണ് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ആ വയേഴ്സിൽ തൊടണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ PVC അല്ലെങ്കിൽ റബ്ബർ ലൈക്ക് മെറ്റീരിയൽസ് വെച്ച് ഈ വയേഴ്സിൻ്റെ പൊക്കത്തൊരു കോട്ടിംഗ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദ മെറ്റൽസ് ദാറ്റ് പ്രൊഡ്യൂസസ് എ സൗണ്ട് ഓൺ സ്ട്രൈക്കിംഗ്. അടിക്കുമ്പോൾ, ഒരു മെറ്റലിനെ അടിക്കുമ്പോൾ ഒച്ച കേൾക്കും, ഒരു നല്ലൊരു ഒച്ച കേൾക്കില്ലേ? ഒരു മെറ്റലിനെ ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ഹാർഡ് സൗണ്ട് കേൾക്കും. ആ ഒരു ശബ്ദം കേൾക്കാനുള്ളൊരു പ്രോപ്പർട്ടിയാണ് മെറ്റലിൻ്റെ സൊണോറസ്. ഇതൊക്കെ നിങ്ങൾ ക്ലാസ് 6th പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൊണോറസ് പഠിച്ചു, നമ്മൾ മാലിയബിൾ പഠിച്ചു, ഡക്റ്റിലിറ്റിയും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ മെറ്റൽസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദ പ്രീവിയസ് ക്ലാസ് യു ഹാവ് ലേൺ ദാറ്റ് there are very few non-metals as compared to metal. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്ത പോലെ മെറ്റൽസ് 118 കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 18 മാത്രം നോൺ മെറ്റൽസ് ഫൗണ്ട് ചെയ്തിട്ടുള്ളൂ. സം എക്സാമ്പിൾസ് ഓഫ് നോൺ മെറ്റൽസ് ആർ കാർബൺ, സൾഫർ, അയോഡിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ എക്സെട്ര. ദ നോൺ മെറ്റൽസ് ആർ എയ്തർ സോളിഡ് ഓർ ഗ്യാസ് എക്സെപ്റ്റ് ബ്രോമിൻ വിച്ച് ഈസ് എ ലിക്വിഡ്. ഡു non-metals have physical property similar to that of metals? Let us find out. Activity 3.7. So കുറച്ച് നോൺ മെറ്റൽസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയെന്ന് നോക്കി. കാർബൺ, സൾഫർ, അയോഡിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഇതൊക്കെയാണ് നോൺ മെറ്റൽസ്. എന്താണ് നോൺ മെറ്റൽസ്? എയ്തർ ബി സോളിഡ്, ചിലപ്പോൾ സോളിഡ് ആയിരിക്കാം, ഗ്യാസും ആയിരിക്കാം. പക്ഷേ ഒരു നോൺ മെറ്റൽ ലിക്വിഡാണ്, അതാണ് ബ്രോമിൻ. ബ്രോമിനാണ് ലിക്വിഡായിട്ടുള്ള നോൺ മെറ്റൽ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്, ഒരു സ്റ്റാർ മാർക്ക് ഇട്ടേക്കുക. ഓക്കെ, ഇനി ആക്ടിവിറ്റി 3.7 നോക്കാം. കളക്ട് സാമ്പിൾസ് ഓഫ് കാർബൺ, സൾഫർ, അയോഡിൻ. കാർബൺ, ഈ നമ്മുടെ കാർബൺ കോളും ഗ്രാഫൈറ്റും ഉണ്ട്. കോൾ എന്താണ്? കോളും ഗ്രാഫൈറ്റും ഒക്കെ കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. ഈ കെമിസ്ട്രിയുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ പോർഷൻസൊക്കെ ഡിസ്കസ് ചെയ്യും. കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ലെസണിൽ കാർബണെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ക്യാരി ഔട്ട് ദ ആക്ടിവിറ്റി 3.1, 3.6 ഇൻ വിച്ച് നോൺ മെറ്റൽസ് ആൻഡ് റെക്കോർഡ്. അപ്പോൾ 3.1 മുതൽ 3.6 വരെ നമ്മൾ മെറ്റൽസിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു. മാലിയബിൾ ആണോ, സൊണോറസ് ആണോ, കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ആണോ, കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ മെറ്റൽസിൻ്റെ ചെക്ക് ചെയ്തു. ഇനി നോൺ മെറ്റൽസിൻ്റെ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. കാർബൺ, സൾഫർ, അയോഡിൻ. ഓക്കെ, നമുക്കപ്പോൾ ആ ടേബിൾ ഒന്ന് നോക്കാം. We studied the properties of metal. ഏതൊക്കെ പ്രോപ്പർട്ടീസ് പഠിച്ചു? ലസ്ട്രസ്, ഹാർഡ്നെസ്, മാലിയബിൾ, ഡക്റ്റൈൽ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഹീറ്റ് കണ്ടക്ടിവിറ്റി. Metals generally has all these properties except few. മെർക്കുറിക്ക് ഒരു പ്രോപ്പർട്ടി കുറവുണ്ട്. ഏത് പ്രോപ്പർട്ടിയാണെന്ന് നോക്കിയേ. മെർക്കുറി ഈസ് സോഫ്റ്റ്. മെർക്കുറി സോഫ്റ്റ് ആണ്. സാധാരണ മെറ്റൽസ് എന്താണ്? ഹാർഡാണ്. പക്ഷെ മെർക്കുറി സോഫ്റ്റ് ആണ്. ഇനി ലിഥിയം ആൻഡ് സോഡിയം വിച്ച് ആർ നോട്ട് ഹാർഡ്. ലിഥിയവും സോഡിയവും ഹാർഡല്ല. മോസ്റ്റ് നോൺ മെറ്റൽസ് ഹാവ് കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് എക്സെപ്ഷൻ ലൈക്ക് കോൾ ആൻഡ് ഗ്രാഫൈറ്റ് ആൻഡ് ഡയമണ്ട് വിച്ച് ആർ ഹാർഡ്. നോൺ മെറ്റൽസ് നമ്മൾ പറഞ്ഞു എന്താണ്? മെറ്റൽസിൻ്റെ നേരെ തിരിച്ച പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരാണ്. പക്ഷേ അതിൽ ഇപ്പോൾ നോൺ മെറ്റൽസ് എല്ലാം ഒന്നും എന്താണ്? സോഫ്റ്റ് അല്ല. കാരണം എന്താണ്? ചില നോൺ മെറ്റൽസ് വളരെ ഹാർഡാണ്. ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസായ ഡയമണ്ട് എന്താണ്? ഒരു നോൺ മെറ്റലാണ്. അതേപോലെ കോളും ഗ്രാഫൈറ്റും ഒക്കെ എന്താണ്? ഒരു നോൺ മെറ്റലാണ്. ഓക്കെ, കമ്പൈൽ യുവർ ഒബ്സർവേഷൻ റിഗാർഡിംഗ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഇൻ ദ ടേബിൾ.
ഓക്കെ, ഈ ടേബിളിൽ അപ്പോൾ നിങ്ങളുടെ ഒബ്സർവേഷൻ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കത് നോക്കാം. അപ്പം ഞാനെടുത്തു ഗ്രാഫൈറ്റ് എടുത്തു. ഗ്രാഫൈറ്റ് നമുക്ക് നോക്കാം. ഗ്രാഫൈറ്റ് കാർബണിൻ്റെ അലോട്രോപ്പ് ആയതുകൊണ്ട് സിമ്പിൾ സി. നോൺ ലസ്ട്രസ്, കളറ് ഭയങ്കര ഒരു തിളക്കമൊന്നുമില്ല. ഹാർഡാണോ? ഹാർഡാണ്. മാലിയബിൾ അല്ല, ഡക്റ്റൈൽ അല്ല, കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് കണ്ടക്ട് ചെയ്യും. ഗ്രാഫൈറ്റിൽ കൂടി ഹീറ്റ് കണ്ടക്ട് ചെയ്യും. കണ്ടക്ഷൻ ഓഫ് ഹീറ്റില്ല, കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്. അതേപോലെ ഹാർഡുമാണ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇനി കോള് നോക്കാം. കോളും സെയിം കാർബൺ തന്നെയാണ്. നോൺ ലസ്ട്രസ് ആണ്, ഹാർഡാണ്, വേറെ ഒരു പ്രോപ്പർട്ടീസും കാണിക്കില്ല. അടുത്ത നോൺ മെറ്റലാണ് സൾഫർ നോൺ ലസ്ട്രസ്, ഹാർഡല്ല, വേറെയൊക്കെ പ്രോപ്പർട്ടീസ് അപ്പോൾ ഇത് നോക്കിയേ. അപ്പം മെറ്റൽസും നോൺ മെറ്റൽസും എടുക്കുമ്പോൾ നോൺ മെറ്റൽസിന് പൊതുവേ എന്താണ് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും നോൺ മെറ്റൽസ് കാണിക്കാറില്ല, എക്സെപ്റ്റ് സം മെറ്റൽസ്. ഓക്കെ, ടേബിൾ 3.1 ആണ് നമ്മളിപ്പോൾ ഫിൽ ചെയ്തത്. ഓക്കെ, on the basis of their observation record in table 3.1, discuss the general physical properties of metals and non-metals in class. You must conclude that we cannot group elements according to their physical properties alone, but there are more exceptions. For example, എല്ലാ മെറ്റൽസിനും നോൺ മെറ്റൽസിനും ഇന്ന പ്രോപ്പർട്ടീസ് മാത്രം കാണിക്കും ഉള്ളൂ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ചിലതൊക്കെ വേറെ വേറെ പ്രോപ്പർട്ടീസ് കാണിക്കും, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ആ എക്സെപ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കാറുള്ളതാണ് ആ എക്സെപ്ഷൻസ്. ഓൾ മെറ്റൽസ് എക്സെപ്റ്റ് മെർക്കുറി എക്സിസ്റ്റഡ് സോളിഡ് ഇൻ റൂം ടെമ്പറേച്ചർ. മെർക്കുറി എന്താണ്? സോളിഡായിട്ടിരിക്കുള്ളൂ. റൂം ടെമ്പറേച്ചറിൽ സോളിഡായിട്ടിരിക്കുന്ന മെറ്റൽ ആരാണ്? മെർക്കുറി. നമ്മൾ പഠിച്ചു ആക്ടിവിറ്റി 3.5 പഠിച്ചു മെറ്റൽസിന് എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, പെട്ടെന്ന് ഉരുകും. കാരണം അതുകൊണ്ടാണ് നമുക്ക് പല പല ഷേപ്പിലും ഡിസൈൻസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റണേ, നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ബട്ട് ഗാലിയം ആൻഡ് സീഷ്യം ഹാവ് വെരി ലോ മെൽറ്റിംഗ്. ഗാലിയത്തിനും സീഷ്യത്തിനും എന്താണ്? ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. But these two metals will melt if you keep them on your palm. ഗാലിയവും സീഷ്യവും നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് ഉരുകിപ്പോവും. അയോഡിൻ ഈസ് എ നോൺ മെറ്റൽ ബട്ട് ഇറ്റ് ഈസ് ലസ്ട്രസ്. അയോഡിൻ ഒരു നോൺ മെറ്റലാണ്, പക്ഷേ ലസ്ട്രസ് നന്നായി ഷൈൻ ചെയ്യും. കാർബൺ ഈസ് എ നോൺ മെറ്റൽ. കാർബൺ നോൺ മെറ്റലാണ്, പക്ഷേ അതിന് പല പല ഫോമുണ്ട്. ഈച്ച് ഫോം ഈസ് കോൾഡ് അലോട്രോപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? ഡയമണ്ടും ഗ്രാഫൈറ്റും ഒക്കെ എന്താണ്? കാർബണിൻ്റെ അലോട്രോപ്പ്. ഡയമണ്ട് ഈസ് ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് നോൺ ആൻഡ് ഹാസ് വെരി ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. നമ്മുടെ മെറ്റലിൻ്റെ സെയിം പ്രോപ്പർട്ടീസാണ്, പക്ഷേ ആക്ച്വലി അത് മെറ്റലാണോ? അല്ല, നോൺ മെറ്റലാണ്. ഗ്രാഫൈറ്റ് അനദർ അലോട്രോപ്പ് ഓഫ് കാർബൺ, ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. അപ്പോൾ എന്താണ് നമ്മുടെ നമ്മുടെ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് സെയിം തന്നെയാണ് കാണിക്കുന്നത്, പക്ഷേ ആക്ച്വലി നമുക്ക് അതിനൊന്നും മെറ്റൽസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ആക്ച്വലി അവരെല്ലാം നോൺ മെറ്റലാണ്. ആൽക്കലൈൻ മെറ്റൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആർ സോഫ്റ്റ് ആൻഡ് ക്യാൻ ബി കട്ട് വിത്ത് നൈഫ്. ദേ ഹാവ് ലോ ഡെൻസിറ്റി ആൻഡ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. Elements can be more clearly classified as metals and non-metals based on their chemical property. അപ്പോൾ ആൽക്കലൈൻ മെറ്റൽസ് ഗ്രൂപ്പ് 1 വന്ന് ആൽക്കലൈൻ മെറ്റൽസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ കത്തി വെച്ച് വരെ നമുക്ക് സ്മൂത്തായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം എന്താണ്? അവർക്ക് വളരെ ലോ ഡെൻസിറ്റിയും ലോ മെൽറ്റിംഗ് പോയിൻറ്റും ആണ്. സോ നമുക്ക് ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി ബേസ് ചെയ്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്, ഫിസിക്കൽ അപ്പിയറൻസ് ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, elements can be more clearly classified as metals and non-metals on the basis of chemical property. So activity 3.8, take a magnesium ribbon and some sulfur powder.
Burn the magnesium ribbon and collect the ash formed and dissolve them in water. Test the resultant solution with red and blue litmus paper. Is the product formed on burning magnesium acid or base? Acidic or basic? Now, burn the sulfur powder. Take a test tube over the burning sulfur to collect the fumes produced. Add some water to the above test tube and shake. Test this solution with blue and red litmus paper. Is the product formed on burning sulfur acid or base? Sulfur, acidic or base? Can you write the equation of these reactions? ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു മാഗ്നീഷ്യം റിബണും കുറച്ച് സൾഫർ പൗഡറും എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ്, മാഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുക, അതിൻ്റെ ആഷ് കളക്ട് ചെയ്യുക, അതെന്നിട്ടൊരു വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. ഓക്കെ, the resultant solution will both red and blue litmus paper. അത് കഴിഞ്ഞത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറിലും ഡിപ്പ് ചെയ്ത് നോക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈസ് ദ പ്രൊഡക്റ്റ് ഫോം ആസിഡ് ആണോ ബേസ് ആണോ എന്ന്. നമുക്ക് ഫസ്റ്റ് മാഗ്നീഷ്യത്തിൻ്റെ കേസ് നോക്കാം. സോ ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, മാഗ്നീഷ്യം എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, മാഗ്നീഷ്യം ബേൺ ചെയ്യുക, അത് കഴിഞ്ഞ് അതിൻ്റെ ആഷ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. ബേണിംഗ് മാഗ്നീഷ്യം റിബൺ. മാഗ്നീഷ്യം ബേൺസ് ഇൻ എയർ ടു ഫോം മാഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ എയറിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ, Mg+O2 ഗീവ്സ് MgO2. ഈ മാഗ്നീഷ്യം ഓക്സൈഡാണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ Mg+MgS MgO+H2O വാട്ടർ എന്താണ്, MgOH ട്വൈസ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ദിസ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് എ ബേസ്. അതുകൊണ്ട് തന്നെ ദ സൊല്യൂഷൻ ഈസ് ആൽക്കലൈൻ. ദ pH പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും, റെഡ് ബ്ലൂ ആയിട്ട് മാറും. ഓക്കെ, ഇതെവിടെയാണ് ഈ മാഗ്നീഷ്യത്തിൻ്റെ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. മെനി antacid syrup contain metal oxides like magnesium oxide and aluminum oxide. These metal oxides form the metal hydroxide in the stomach and neutralizes the acid. So നമ്മുടെ antacids എന്തിനാണ്, നമ്മൾ ഗ്യാസ് ട്രബിൾസ് വരുമ്പോഴാണ് ആൻറ്റാസിഡ് സിറപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ആൻറ്റാസിഡ് സിറപ്സിൻ്റെ ഉള്ളിൽ മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. ഈ മാഗ്നീഷ്യം ഓക്സൈഡ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ചെന്നിട്ട് നമ്മുടെ സ്റ്റൊമക്കിലുള്ള കുറച്ച് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, അവിടെ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്, ബേസാണ്. അപ്പോൾ ബേസും ആസിഡും കൂടി വന്നിട്ട് എന്താണ്, നമ്മുടെ സ്റ്റൊമക്കിനെ ന്യൂട്രലൈസ് ആക്കും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമുക്ക് സൾഫറിൻ്റെ കേസ് നോക്കാം. നൗ ബേൺ ദ സൾഫർ പൗഡർ ബേൺ ചെയ്യാൻ പ്ലേസ് ദ ടെസ്റ്റ് ട്യൂബ് ബേണിംഗ്. അതെന്നിട്ട് അതിൻ്റെ ഫ്യൂംസും കളക്ട് ചെയ്യുക, അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. അത് കഴിഞ്ഞ് റെഡ് ആണോ ബ്ലൂ ലിറ്റ്മസ് ആവോ എന്ന് നോക്കുക. അതേപോലെ തന്നെ ആസിഡിക് ആയിരിക്കുമോ ബേസിക് ആയിരിക്കുമോ എന്ന് നോക്കാം. ഓക്കെ, സൾഫർ ഈസ് എ റിയാക്റ്റീവ് നോൺ മെറ്റൽ. റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു നോൺ മെറ്റലാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് ഇറ്റ്സ് ഓക്സൈഡ്സ്. സൾഫർ എപ്പോഴും എന്താണ്, ഒരു ഓക്സൈഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, SO2 ആണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യോ, SO2. ഓക്കെ, അപ്പോൾ സൾഫർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ്, സൾഫർ ഓക്സൈഡായിട്ട് മാറും, സൾഫർ ഡയോക്സൈഡ്. ഈ സൾഫർ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് എന്തായിട്ട് മാറും, സൾഫറസ് ആസിഡ്, H2SO3, സൾഫറസ് ആസിഡ്. സൾഫറസ് ആസിഡ് ഒരു വീക്കായിട്ടുള്ളൊരു ആസിഡാണ്, സ്ട്രോങ് അല്ല, വളരെ വീക്കായിട്ട്. ഇറ്റ് ഈസ് 0.1 സൊല്യൂഷൻ ഗീവ്സ് pH of 1.5 which turn blue litmus to red. അപ്പോൾ എന്താണ്, ആക്ച്വലി ആസിഡാണ്. അതേപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസിന് റെഡ് ആയിട്ട് വേണ്ടും. അതിൻ്റെ pH ലെവൽ 1.5 ആണ്. ഓക്കെ,
നെക്സ്റ്റ് അപ്പോൾ ഈ ആക്ടിവിറ്റിയുടെ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആക്ടിവിറ്റിയുടെ എല്ലാ ഒബ്സർവേഷൻസും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൺക്ലൂഷൻ നമുക്ക് നോക്കാം. വി ഗെറ്റ് മെറ്റൽ ഓക്സൈഡ് ബൈ ബേണിംഗ് ദ മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ആയിട്ട് മെറ്റൽ ബേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെറ്റൽ ഓക്സൈഡ് കിട്ടും. ദ മെറ്റൽ ഓക്സൈഡ് റിയാക്റ്റഡ് ടു വാട്ടർ ടു ഗീവ് ബേസ്. മെറ്റൽ ഓക്സൈഡ് ആണെങ്കിൽ എന്ത് ഫോം ചെയ്യും? ബേസ് ഫോം ചെയ്യും. ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ്. Similarly, burning of non-metal produces its oxide, and the solution of the non-metal with the water turns blue litmus to red. അപ്പോൾ നോക്കിയേ, മെറ്റൽ ഓക്സൈഡ് എപ്പോഴും എന്തായിരിക്കും? മെറ്റൽ ഓക്സൈഡ് വിൽ ബി എപ്പോഴും ബേസാണ്. അതേപോലെ നോൺ മെറ്റൽ ഓക്സൈഡ് എപ്പോഴും ആസിഡാണ്. ഓക്കെ, ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഈ ഒരു പോർഷൻ. ഓക്കെ, most non-metal produces acidic oxides when it dissolves in water. On the other hand, most non-metals produces basic oxides. അപ്പോൾ non-metals അസിഡിക്കും അതേപോലെ തന്നെ ഓക്സൈഡുകളും, മെറ്റൽസ് എന്തായിരിക്കും? ബേസിക് ഓക്സൈഡ്സും ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, യു വിൽ ബി ലേണിംഗ് മോർ അബൌട്ട് ദീസ് മെറ്റൽ ഓക്സൈഡ്സ് ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ അടുത്ത സെക്ഷനിൽ നിങ്ങൾ ഇതിൽ കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ മെറ്റൽ വിച്ച് ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ആരായിരുന്നു? മെർക്കുറി. ഓക്കെ, വിച്ച് ക്യാൻ ബി ഈസിലി കട്ട് വിത്ത് നൈഫ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോഡിയം, ലിഥിയം, പൊട്ടാസ്യം ഒക്കെ ആയിരുന്നു. ഏത് എഴുതിയാലും മതി. വിച്ച് ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്? സിൽവർ എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ദ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്? മെറ്റൽസ് ആണ്. അപ്പോൾ പുവർ കണ്ടക്ടർ ലെഡാണ്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് മാലബിൾ. മാലബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഷീറ്റായിട്ട് ബീറ്റൻ ചെയ്യാൻ പറ്റും. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ തിൻ വയേഴ്സായിട്ട് മെറ്റലിനെ ഡ്രോൺ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടീസാണ്. സോ ഈ 3.1 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഈ ലെക്ചറൂടെ തീരുകയാണ്. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.